പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ മണിമല പൊന്തമ്പുഴ വനത്തിലാണ്. പൊന്തമ്പുഴ വനത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നവംബർ 1, കേരളപ്പിറവി. കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ 1 കേരളപ്പിറവി എന്നറിയപ്പെടുന്നത്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനർസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനും ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു. കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു കേരളം. ഫസലലി തലവനായും സർദാർ KM പണിക്കർ, പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു എന്നിവർ അംഗങ്ങളുമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1953 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ കേരള സംസ്ഥാന രൂപവൽക്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദ്രാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തോടും മലബാർ ജില്ലയും തെക്കൻ കർണാടകത്തിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ഏർക്കപ്പെടുകയും ചെയ്തു. കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ രൂപത്തിൽ മൊത്തം 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. നവംബർ 1 ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുകൊച്ചി രാജപ്രമുഖ സ്ഥാനത്തു നിന്ന് വിരമിച്ചു. സംസ്ഥാനത്തിൻ്റെ തലവനായി രാജപ്രമുഖനും പകരം P. രാമകൃഷ്ണറാവു ആദ്യ ഗവർണറായി. തിരുവിതാംകൂർ, കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന പുനഃസംഘടന നടന്നത്. സംസ്ഥാനത്തെ ആദ്യ ചീഫ് ജസ്റ്റിസ് KD കോശിയായിരുന്നു. ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവാചാരി. ആദ്യ പോലീസ് IG N ചന്ദ്രശേഖരൻ നായർ ആയിരുന്നു. കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. ഐക്യ കേരള പ്രസ്ഥാനം എന്നറിയപ്പെട്ട കേരളത്തിലെ ജനകീയ പ്രസ്ഥാനം ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ഊർജം പകർന്നു. 2025 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ 69ാമത് വാർഷികമാണ് ഏവരും ആഘോഷിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു.